അടുത്ത റെസിപ്പി കടായി ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ തൈരും ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇത് അരമണിക്കൂർ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഉള്ളി ഒക്കെ അരിഞ്ഞെടുക്കാം. ഉള്ളി വഴറ്റാനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് എണ്ണ ഒഴിക്കുക. 4 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ക്രിസ്പിയായി വറുത്ത് കോരണം. സവാള ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. നന്നായി ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇത് കോരിയെടുത്ത് മാറ്റണം. കോരിയെടുത്തതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചേക്കുന്നത്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് വഴറ്റണം. സവാളയും തക്കാളിയും വഴന്ന് വരുമ്പോഴത്തേക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കി വെച്ചേക്കുന്ന സവാള ആറിപ്പോകാതെ പൊടിച്ചെടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് പച്ചമണം മാറുന്ന വരെ ഇടുക. പച്ചമണം മാറി വരുന്നുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. സവാള ഗോൾഡൻ ബ്രൗൺ ആക്കി വെച്ചിരുന്ന ഞാൻ കൈകൊണ്ട് പൊടിച്ച് അത് ഇതിലേക്ക് യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ച് എടുക്കുക. ചിക്കൻ കടായി റെഡിയായി വരുന്നുണ്ട്. കറി വെന്ത് വരട്ടെ. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ കടായി റെഡിയായിട്ടുണ്ട്. പൊറോട്ടയുടെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ.